ഇന്ന് നമ്മൾ റോഡുകളിൽ കാണുന്ന തിളക്കമുള്ള ആഡംബര കാറുകൾ ഒരിക്കൽ യുദ്ധകളത്തിൽ പീരങ്കികൾ ചുമന്നും സൈനികരെ വഹിച്ചും നീങ്ങിയവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സൈനിക നീക്കങ്ങളിൽ ആയുധങ്ങളെക്കാളും പടയാളികളെക്കാളും നിർണായകമായത് സൈന്യത്തിന്റെ ചലന വേഗതയാണ്. ദുർഘടമായ യുദ്ധഭൂമികളിലൂടെ തടസ്സങ്ങളില്ലാതെ പട നയിക്കാൻ ലോകപ്രശസ്തമായ പല കാർ ബ്രാൻഡുകളും തങ്ങളുടെ സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് സൈനിക എഞ്ചിനീയറിംഗിലേക്ക് ചുവടുവെച്ച ആവേശകരമായ ചരിത്രമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആഡംബരത്തിന്റെ പര്യായമായ റോൾസ് റോയ്സ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നട്ടെല്ലായിരുന്നു. അവരുടെ വിഖ്യാതമായ സിൽവർ ഗോസ്റ്റ് കാറുകളെ കനത്ത കവചങ്ങൾ അണിയിച്ച് മെഷീൻ ഗണ്ണുകൾ ഘടിപ്പിച്ചതോടെ അവ യുദ്ധക്കളത്തിലേക്ക് അത്ഭുത വാഹനങ്ങളായി മാറി. അതുപോലെ ഫ്രഞ്ച് കമ്പനിയായ റെനോ തങ്ങളുടെ ടാക്സി കാറുകൾ സൈനിക ഗതാഗതത്തിനായി വിട്ടു നൽകിക്കൊണ്ടാണ് ചരിത്രം കുറിച്ചത്. 1914 ഒന്നാം മാർണ യുദ്ധത്തിൽ പാരീസ് നഗരത്തിലെ ടാക്സികൾ ഉപയോഗിച്ച് സൈനികരെ അതിവേഗം മാറ്റിയത് ജർമ്മൻ മുന്നേറ്റത്തെ തടയാൻ ഫ്രാൻസിനെ ഏറെ സഹായിച്ചു. വാഹന നിർമ്മാണത്തിലെ വിശ്വസ്തത കൊണ്ട് പേരെടുത്ത ഫോർഡ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ റെഡ് ക്രോസിനും സഖ്യകക്ഷികൾക്കും നൽകിയ പിന്തുണ നിസ്തുലമാണ്. അവരുടെ മോഡൽ ടി ട്രക്കുകളും ആംബുലൻസുകളും ചരക്ക് നീക്കത്തിനായി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധഭൂമികളെ വിറപ്പിച്ചത് ഡോഡ്ജ് ബ്രാൻഡിന്റെ പരുക്കൻ ട്രക്കുകളായിരുന്നു. ഏകദേശം 4 ലക്ഷത്തോളം ട്രക്കുകളാണ് ഡോഡ്ജ് സൈനിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചത്. ഏത് ദുർഘടമായ ഭൂപ്രകൃതിയിലും ഭാരമേറിയ പീരങ്കികൾ വലിക്കാനുള്ള ഇവയുടെ കരുത്ത് ഇന്നും അത്ഭുതമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ജീപ്പ്. അമേരിക്കൻ സൈന്യത്തിന്റെ ആവശ്യപ്രകാരം വില്ലീസ് ഓവർലാൻഡ് എന്ന കമ്പനിയാണ് ആദ്യത്തെ ജീപ്പ് നിർമ്മിച്ചത്. യുദ്ധത്തിന് ശേഷം ഇതിന്റെ ജനപ്രീതി കണക്കിലെടുത്താണ് സാധാരണക്കാർക്കായി സിവിൽ ജീപ്പ് പുറത്തിറക്കിയത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പോർട്സ് കാറുകൾ നിർമ്മിക്കുന്ന ലംബോർഗിനി പോലും ഒരിക്കൽ സൈനിക വാഹന വിപണി പിടിച്ചടക്കാൻ ശ്രമിച്ചിരുന്നു. 1970കളിൽ അവർ നിർമ്മിച്ച ചീറ്റ എന്ന ഓഫ് റോഡ് വാഹനം സൈന്യം തള്ളിക്കളഞ്ഞെങ്കിലും ആ പരാജയത്തിൽ നിന്നാണ് ലംബോർഗിനിയുടെ ആദ്യത്തെ SUV ആയ LM002 പിറവിയെടുത്തത്. ഇത് സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട ആഡംബര വാഹനമായ മെഴ്സിഡസ് ബെൻസ് G-Wagon യഥാർത്ഥത്തിൽ ഇറാനിയൻ സൈന്യത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന 4 വീൽ ഡ്രൈവ് ഉൾപ്പെടെയുള്ള പല സാങ്കേതിക വിദ്യകളും യുദ്ധക്കളത്തിൽ തീച്ചുളയിൽ സ്ഫുടം ചെയ്തുണ്ടാവുകയാണ്. ഒരു യാത്രാ ഉപാധി എന്നതിലുപരി ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള എഞ്ചിനീയറിംഗ് മികവ് ഈ കമ്പനികൾ നേടിയെടുത്തത് യുദ്ധമുന്നണികളിലെ പരീക്ഷണങ്ങളിലൂടെയാണ്.